ആശയം തരുന്നുണ്ട്. ദയവായി ബ്രദർ വന്നാട്ടെ. യോവേലിൻ്റെ പ്രവചനം 3-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. നമ്മളെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് വായിക്കുകയായിരിക്കും നല്ലതെന്ന കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. യോവേൽ പ്രവചനം 3-ാം അധ്യായം ബേസിക്കലി അത് 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനാത്മാവാണ്. പ്രവചനാത്മാവിലെ പ്രവചനമാണ്. മറുവശം അതൊരു ആത്മയുദ്ധമാണ്. അതിലൊക്കെ കവിഞ്ഞ് ഇന്ന് നമ്മൾ എടുക്കുന്ന പ്രത്യേക വിഷയം, ഭിന്നിച്ചിരിക്കുന്ന 2 ആത്മരാജ്യത്വങ്ങളുണ്ട്, ആത്മലോകങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഇന്ന് പിശാചിനോട് ചെയ്യുവാനുള്ള യുദ്ധത്തെ കുറിക്കുന്ന പദങ്ങളാണിത് വേറൊരു പ്രവചന ശക്തിയിൽ. യോവേലിൻ്റെ പ്രവചനം 3-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ യഹൂദായുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയെ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിവാഹിച്ച് കളഞ്ഞുവല്ലോ. അവർ എൻ്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. സോരും സീദോനും സകല ഫലസ്തീൻ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്കെന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങളെന്നോടും വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങളെൻ്റെ വെള്ളിയും പൊന്നും എടുത്ത് എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യെരുശലേമ്യരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്തകറ്റുവാൻ തക്കവണ്ണം നിങ്ങളവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ നിങ്ങളവരെ വിറ്റുകളഞ്ഞിടത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ പുത്രിമാരെയും യഹൂദന്മാർക്ക് വിറ്റുകളയും അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശബയാർക്ക് വിറ്റുകളയും. യഹോവ അത് അരുളിച്ചെയ്തിരിക്കുന്നു. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. യഹോവേ, അവിടേക്ക് നിൻ്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്നു ചവിട്ടുവീൻ. ചക്ക നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വലുതല്ല. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരുശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരുശലേം വിശുദ്ധമായിരിക്കും. അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയുമില്ല. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുകും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുകും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ശിത്തിം താഴ്വരയെ നനയ്ക്കും. യഹൂദാദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഏതുവായി മിസ്രയീം ശൂന്യമായി തീരുകയും ഏതും നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിന് തലമുറ തലമുറയോളം നിവാസികളുണ്ടാകും. ഞാൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പൂക്കും. യഹോവ സിയോനിൽ വസിച്ചു കൊണ്ടിരിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവെ, ഒരു പ്രാവശ്യം കൂടി വചനത്തെ ഞങ്ങളുടെ കയ്യിൽ തരും. ഇതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ യഹോവ സിയോനിൽ വസിച്ചു കൊണ്ടിരിപ്പാൻ, ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരിക്കാൻ ഇന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലിരുന്നാലും. താങ്ക് യു ബ്രദർ, താങ്ക് യു ഫോർ റീഡിങ് ഫോർ അസ്. ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ചിന്തിച്ചത്, ഒരു കോൺഫ്ലിക്റ്റിംഗ് ലോകത്തിൽ പരസ്പരം എതിർക്കുന്ന 2 അദൃശ്യ സാമ്രാജ്യങ്ങളുടെ നടുവിൽ ഞാനും നിങ്ങളുമായിരിക്കുക. ഇവിടെ നാം ചെയ്യേണ്ട ആത്മയുദ്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ഇതുവരെ ആത്മയുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചു വന്ന മാനദണ്ഡമല്ല, അല്പം കൂടെ വ്യത്യസ്തമായ വേറൊരു മാനദണ്ഡത്തിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അദൃശ്യമണ്ഡലത്തിൽ നിരന്തരമായി യുദ്ധം നടക്കുന്ന
അഥവാ ഒരു കോൺഫ്ലിക്റ്റിംഗ് വേൾഡ്, അദൃശ്യമണ്ഡലത്തിൽ വേറൊരു ലോകമുണ്ട്. ബഥേലിൽ വരുന്ന ഒരാളിന് ഈ ആശയങ്ങളിൽ ഒന്നും പുതുതല്ല, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് അയവിറക്കുന്നതിനാൽ, ഒരേ ആഹാരം തന്നെ വീണ്ടും വീണ്ടും കഴിക്കുന്നതിനാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നത് പോലെ, ഒരേ സൂര്യൻ്റെ രശ്മി ദിവസം തോറും പുതുമയുള്ളതായി നാം അനുഭവിക്കുന്നത് പോലെ, ഒരേ കാറ്റ് എല്ലാ ദിവസവും നമ്മെ തണുപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമുണ്ട്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അതിനെന്നും പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. 2 രാജ്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് ദൈവരാജ്യം അഥവാ പുത്രൻ്റെ രാജ്യം, അതിനെ വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം എന്ന് തിരുവചനം വിളിക്കുന്നു. 2 സാത്താന്യ സാമ്രാജ്യം, അതിനെ ഇരുളിൻ്റെ സാമ്രാജ്യം എന്ന് ദൈവം വിളിക്കുന്നു. എന്താണ് ഇരുൾ? വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുള് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പൈശാചിക സാമ്രാജ്യത്തെ ഇരുളിൻ്റെ സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്? അവിടെ പുത്രൻ്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ അതിനെ ഇരുളിൻ്റെ സാമ്രാജ്യം എന്ന് വിളിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഇതിന് ആപ്തവാക്യമായി വായിപ്പാൻ താല്പര്യപ്പെടുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. പണ്ടൊരിക്കൽ നാം ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിലായിരുന്നു. ആദമിൻ്റെ കയ്യിൽ നിന്ന് ദൈവിക പദവികൾ നഷ്ടമായതോടെ, ആദത്തിന് ദൈവം കൊടുത്തിരുന്ന സ്വർഗീയ അധികാരങ്ങൾ അദ്ദേഹം പിശാചിന് അടിയറ വെച്ചതോടുകൂടെ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ആദമ്യ സന്തതി മാറി. തേജസ്സും ബഹുമാനവും ധരിച്ചവനായി ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. ആദമിനെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. 8-ാമത്തെ സങ്കീർത്തനം പറയുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ, അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ രൂപത്തിൽ, നീ അവനെ, മനുഷ്യനെ, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അവനെ ദൈവത്തിൻ്റെ രാജ്യത്തിന് അധിപതിയാക്കി അവിടെ വെച്ചു. അങ്ങനെ തേജസ്സും ബഹുമാനവും ധരിച്ചുകൊണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പേ ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ വൈസ്രോയിയായി, ദൈവത്തിന് പകരം ഈ ഭൂമിയിൽ അധികാരം നടത്തേണ്ടതിന് ഏദനിലാക്കിയിരുന്ന മനുഷ്യന് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു. സകലത്തെയും അടക്കി വാഴുവാൻ കൽപ്പന ലഭിച്ചിരുന്നവനായ മനുഷ്യന് ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് സകലത്തിൻ്റെ മേലും അധികാരം നടത്തുവാൻ അർഹതയുണ്ടായിരുന്ന മനുഷ്യൻ ഒരു ദിവസം അരുത് എന്ന് ദൈവം കൽപ്പിച്ചതായ ആ നിസ്സാര പ്രവൃത്തിയിലേക്ക്, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ളതായ ആ ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് തേണ്ട വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നുകയും തന്നിൽ നിക്ഷിപ്തമായിരുന്ന മുഴുവനും അധികാരങ്ങളും സാത്താൻ്റെ കയ്യിലേക്ക് കൈമാറുകയും ചെയ്തു. ഞാനൊരു കൊച്ചു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് വെറും കഥയാണ്, പക്ഷേ അതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട്. ഒരിക്കൽ ആ കറക്റ്റ് പദം കൂടെ അങ്ങ് പറഞ്ഞേക്കാം, ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. കടമറ്റത്ത് കത്തനാരെന്ന് പറയുന്ന ആൾ പള്ളിയിൽ കുർബാനയ്ക്ക് കയറുവാനായി പോയി എന്നാണ് പറയുന്നത്. കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അല്പസ്വല്പം മന്ത്രവാദവും കൂടിയ മന്ത്രവാദവും ഒരുപാട് പൈശാചിക സേനകൾ നയിക്കുന്നവനുമായ ഒരാളായിരുന്നു. അദ്ദേഹം പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് കയറുന്ന സമയത്ത് ഈ പൈശാചിക ദൂതന്മാർക്ക് കൂടെ കയറാൻ പറ്റത്തില്ല. അവരെ പള്ളിയിൽ അല്ലെങ്കിൽ കുർബാന സ്ഥലത്ത് അനുവദിക്കത്തില്ല. അതുകൊണ്ട് അതുങ്ങളോടെല്ലാം പറഞ്ഞ് പള്ളിയുടെ മിറ്റത്തൊരു ഭാഗത്തോട്ട് മാറി, അവിടെ ഒരു പറമ്പുണ്ട്, പുരയിടമുണ്ട്, അവിടെ ഇങ്ങോട്ട് നിന്നു, ഞാൻ വന്നിട്ട് അനങ്ങാവൂ, അതുവരെ അവിടെ നിന്നോളാൻ പറഞ്ഞ് അച്ഛൻ കയറി. അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളത്. കഴിയുമ്പോൾ അച്ഛൻ തിരിച്ചു വരും, ഇവർക്ക് ഒരുമിച്ച് തിരിച്ചു പോകാനാണ്. അപ്പോൾ ഇത്രയും നേരം നിന്നപ്പോൾ അവരോർത്തിടെ ഒരു പണിയും ചെയ്യാതെ അരമണിക്കൂർ നിൽക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടാണ്, അപ്പോൾ എന്തേലും ഒരു പണി ചെയ്യണം. അതാകെപ്പാടെ ഇവിടെ നോക്കിയപ്പോൾ സമാധാനപരമായി പോയിരുന്ന ആ വീടിൻ്റെ അകത്ത് അവർക്കൊരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെയും കിടാവിനെയും മാറ്റി തേണ്ട 2 മരങ്ങളിൽ കെട്ടിയിരിക്കുന്നു. ഊരുനാം വിട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്ക് മനസ്സിലാകും, ഊരുനാം വിട്ടാണ് കെട്ടിയത് എന്ന് പറഞ്ഞാൽ പിടിച്ചൊന്ന് വലിച്ചാൽ ഇതിഞ്ഞു പോരും. ആ കൂട്ടത്തിൽ ആകെപ്പാടെ 2 വിരൽ മാത്രം ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു കുട്ടിച്ചെകുത്താനുണ്ട്. യവനടുത്ത് എന്ന് ഈ ഊരുനാമ്പിൽ 2 വിരൽ കൊണ്ട് പിടിച്ച് ഒരു വലി വലിച്ചു. കിടാവ് കെട്ടഴിഞ്ഞ ഉടനെ നേരെ പോയി പശുവിൻ്റെ പാല് കുടിച്ചു. പിന്നത്തേതിൽ അവർ പാല് കറക്കാൻ ചെന്നപ്പോൾ കിടാവ് കുടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ഒന്നുമില്ല. വീടിനകത്ത് ഭാര്യ ഭർത്താവിനെ അടിക്കുന്നു, പിള്ളേർ
ആരെ അടിക്കുന്നു, ആരടാ കെട്ടഴിച്ച് വിട്ടത്, ആരടാ കിടാവിനെ പിടിച്ച് കെട്ടിയത്, ആരടാ അഴിച്ചത്, ആകപ്പാടെ വീടിനകത്ത് ചോദ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തല്ലും പ്രാക്കും ബഹളവും ഒക്കെയാണ്. അച്ഛൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഭയങ്കര ചോദിച്ചപ്പോൾ ഈ 2 വിരലുള്ള പുള്ളിയെ കിട്ടി. അവനോട് ചോദിച്ചു, നീ എന്നാ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല, ആ തുമ്പെ പിടിച്ചൊന്ന് വലിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ആ കയറിൻ്റെ തുമ്പെ പിടിച്ച് ഒന്ന് വലിച്ചതേ ഉള്ളൂ, ബാക്കിയൊക്കെ തന്നെ നടന്നതാണ്. ആദമിനോടും ഹവ്വയോടും നീ എന്ത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ആ പഴം ഒന്ന് പറിച്ച് തിന്നതേ ഉള്ളൂ, കൂടുതൽ യാതൊന്നും ചെയ്തിട്ടില്ല. എം.എ. വർഗീസിനോട് ചോദിച്ചാൽ നിസ്സാരമായൊരു കാര്യം, ഞാനായിട്ട് അതിന് കുറ്റക്കാരനല്ല, ഞാനിവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചിട്ടില്ല. നമ്മിൽ പലരോട് ചോദിച്ചാലും ഒന്നുമില്ല, പക്ഷെ അധികാരം കൊണ്ടുപോയത് പിശാചാ. ആദമിൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിരുന്ന അധികാരം പിശാച് കൊണ്ടുപോയതോടെ അവൻ മിടുക്കനായി മാറി. ആദാമിൽ നിന്ന് ജനിച്ച മുഴുവനും ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിമകളായി മാറി. ഞാൻ അടിമ ഭാരതത്തിലാണ് ജനിച്ചത്. 1946 ഞാൻ ജനിക്കുന്നത്. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ആകയാൽ ഞാൻ അടിമ ഭാരതത്തിൻ്റെ അംഗമായിരുന്നു. മനഃപൂർവ്വമായി ഞാൻ അടിമഭാരതത്തിൽ ജനിക്കണമെന്ന് കണ്ടതല്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ഭാരതീയരും അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നവരുമാകയാൽ ഞാൻ അങ്ങനെ ഭാരതീയനായി ജനിച്ചതിനാൽ അടിമയായി മാറി. അടിമഭാരതത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാനും നിങ്ങളും മനഃപൂർവ്വം പോയതല്ല, യാതൊരു തെറ്റും ചെയ്തതല്ല. പക്ഷേ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിമകളായി ഞാനും നിങ്ങളും ജനിച്ചുപോയി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളാരും പാപം ചെയ്തു പാപികളാകുന്നതല്ല. കാര്യം പാപികളായതുകൊണ്ട് പാപത്തിൻ്റെ സ്വഭാവം നമ്മിൽ തന്നെ വന്നു പോകുകയാണ്. ഇരുട്ടിൻ്റെ അധികാരം നമ്മുടെ മേൽ ഇരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പഴയ ഉദാഹരണത്തിൽ 1-2 ആവർത്തിച്ചോട്ടെ. ഒരിക്കലും ഒരു പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞ് പൂച്ചയാകുകയല്ല. അത് ഏതോ ഒരു ജീവിയായി പിറന്നു കുറേ നാൾ പൂച്ച അലയ്ക്കുന്നത് പോലെ അലച്ചതുകൊണ്ടത് പൂച്ചയായി മാറുകയല്ല. അല്ല, ഞാൻ പാപം ചെയ്തു പാപിയായതല്ല. പകരം പൂച്ചയായി ജനിച്ചതുകൊണ്ട് അതിൻ്റെ സ്വഭാവം കാണിച്ചതാണ്. ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ മ്യാവുന്ന ഇരിക്കുകയുള്ളൂ. ഞാനും ജനിച്ചത് പാപിയായിട്ടാകയാൽ ഞാൻ ചെയ്യുന്നത് പാപമായിരിക്കും, അരുതാത്തതെൻ്റെ പ്രവൃത്തി വന്നു പോകും. അങ്ങനെ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിന് അടിമയായിരുന്ന എന്നെ ഈ സാമ്രാജ്യം ആർക്കും കാണത്തില്ല. ഇരുട്ടിൻ്റെ സാമ്രാജ്യം ആർക്കും കാണത്തില്ല, വെളിച്ചത്തിൻ്റെ സാമ്രാജ്യവും ആർക്കും കാണത്തില്ല. പക്ഷെ അദൃശ്യമായ ഏതോ ഒരു മണ്ഡലത്തിൽ അദൃശ്യമായ 2 ലോകങ്ങളുണ്ട്. അതിൽ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൽ ജനിച്ചു പോയ യജമാനനായ, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞവനായ കർത്താവായ യേശു മനുഷ്യവേഷമെടുക്കുകയും തൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദൈവരൂപത്തിൽ തുടരാതെ വണ്ണം മനുഷ്യരൂപമെടുക്കുകയും വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നെയും നിങ്ങളെയും പോലെ ഈ മണ്ണിൽ വന്ന് ഒരായുസ് മുഴുവനും ജീവിക്കുകയും ആയുസ്സിൻ്റെ മധ്യപ്രായമായപ്പോൾ തൻ്റെ പരസ്യമായി നിന്നുകൊണ്ട് നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് വളരെ പരസ്യമായി വിളിച്ചു ചോദിക്കുകയും ചെയ്ത് പാപം ഇല്ലാത്തവനായിരുന്നെങ്കിലും ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയുടെ ക്രൂശിൽ മരിക്കുകയും മരണസമയത്ത് നിവൃത്തിയായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിനാൽ വെളിച്ചത്തിൻ്റെ സാമ്രാജ്യം തിരികെ തുറന്നു. എന്നെയും നിങ്ങളെയും വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന് കാൽവറിയിൽ വിലമുടക്കിയവനായ കർത്താവായ യേശു തൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. നാം ഇന്ന് ഇരുളിനടിമകളല്ല, പകരം വെളിച്ചത്തിനടിമകളാണ്. 2 സാമ്രാജ്യങ്ങൾ വ്യക്തമാക്കുവാനാണ് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇരുളിൻ്റെ സാമ്രാജ്യം. നാം എല്ലാം ജനിച്ചത് ഇരുളിൻ്റെ സാമ്രാജ്യത്തിലാണ്. ക്രൈസ്തവ മാതാപിതാക്കൾക്ക് ജനിച്ചവനാണ് ഞാൻ. പക്ഷെ ജനനത്താൽ ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നില്ല. എൻ്റെ സഹോദരൻ ജനിച്ചത് അക്രൈസ്തവമായ ഒരു ഭവനത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനി അല്ലാതായുമില്ല. ആരും ജനനാൽ ക്രിസ്ത്യാനിയല്ല. സിസ്റ്റർ മേരി കോവൂർ ചോദിച്ചിരുന്ന ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരിക്കൽ ഒരു മെയിൽ ഡോക്ടറും ഒരു ഫീമെയിൽ നേഴ്സും തമ്മിൽ വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ, അവർക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ഡോക്ടറായിരിക്കുമോ അതോ നേഴ്സായിരിക്കുമോ എന്ന്. രണ്ടുമല്ല. ആ കുഞ്ഞൊരു മനുഷ്യക്കുഞ്ഞാണ്. കാര്യം ഡോക്ടർ എന്ന അറിവിൽ നിന്നും പദവിയിൽ നിന്നും കഴിവിൽ നിന്നും അല്ല കുഞ്ഞ് ജനിച്ചത്, ജഡത്തിൽ നിന്ന് ജനിച്ചതാ. ബൈബിൾ പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ഞാനൊരു ജഡത്തിൽ നിന്ന് ജനിച്ചതുപോലെ ഞാൻ പലപ്പോഴും ഒത്തിരി ഫാഷനുകൾ എടുക്കാറുണ്ട്. പക്ഷേ എത്ര ഫാഷൻ എടുത്താലും ഒരു കൈ വെട്ടിക്കളയാം, എല്ലാവരെയും പോലെ നടക്കേണ്ട ഒരു മോഡേൺ ഫാഷൻ എന്ന് പറയാറില്ല. ചെവി ഒന്ന് മുറിച്ച് കളയാറില്ല, മൂക്കൊന്ന് ചെത്താറില്ല,
നടക്കാറില്ല, എനിക്ക് ദൈവം തന്ന അതേ ഷേപ്പിൽ ഞാൻ നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറിജിനാലിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പാപത്തിന് അടിമയായി, ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വകയായി, പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായി, കോപത്തിൻ്റെയും ജഡത്തിൻ്റെയും ഉല്ലാസങ്ങളിൽ ജീവിച്ചു വന്ന ഒരു കാലത്താണ് പുത്രനാകുന്ന ക്രിസ്തു ഇറങ്ങി വരികയും എന്നെ തേജോമയനായ സ്വന്തം പുത്രൻ്റെ രാജ്യത്തിലാക്കുവാൻ താൻ തീരുമാനിച്ചതിനാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദൈവത്താൽ അന്യനെന്ന് തള്ളപ്പെടുകയും ക്രൂശിൻ്റെ സാധ്യതകളെ പലപ്പോഴും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഞാനും വിശദീകരിക്കാറുണ്ട്, നമ്മളും ഏറ്റുപറയാറുണ്ട്. യേശു പിതാവിനാൽ തള്ളപ്പെട്ടു, ആകയാൽ ഞാൻ ദൈവത്തിന് മകൻ്റെ രാജ്യത്തിലേക്കാക്കുവാൻ പുത്രൻ തീരുമാനിച്ചു, പിതാവ് തീരുമാനിച്ചു, പുത്രൻ തീരുമാനിച്ചു, പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു. ആകയാൽ പുത്രൻ അതിൻ്റെ വില മുടക്കി എന്നോട് പറഞ്ഞു, ഫ്രീ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്, വരാം, നിനക്കെൻ്റെ സന്നിധിയിലേക്ക് വരാം. അങ്ങനെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ചുള്ള പ്രവചന പദങ്ങളില്ലേ? ഉണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ വാസത്തിൽ താൻ ഇരുട്ടിലുള്ളവരെ സ്വതന്ത്രമാക്കുന്നതായ ആ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. യെശയ്യാ പ്രവാചകൻ പഴയ നിയമത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ 2-3 ആഴ്ച പ്രോഫറ്റിക്കൽ റിലത്തിൽ നിന്നുകൊണ്ട് പ്രോഫറ്റിക്കൽ പ്രയർ ആ സമയമാകുമ്പോൾ കാര്യം നടത്തിയെടുക്കേണ്ടതിന് വേണ്ടി പണ്ടുകാലത്ത് പ്രവചിച്ച പ്രവചനങ്ങളുടെ ആവർത്തനങ്ങൾ പിന്നെയും പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പ്രവചനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു പുതിയ ഇൻസൈറ്റും കൂടെ അതിനകത്ത് ചേർക്കും, എന്തെങ്കിലും ഒരു പുതുമയും കൂടെ ചേർത്താണ് ഓരോ പ്രവചനങ്ങളും ആവർത്തിക്കപ്പെടുന്നത്. ഓരോ പ്രാവശ്യം ഒരു തിരുവചന വാക്യം വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും എന്തെങ്കിലും ഒരു പുതിയ വ്യാഖ്യാനം സ്വർഗത്തിലെ ദൈവം അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ പറഞ്ഞു, ഈ പ്രവചനം ഒന്ന് ആവർത്തിക്കുകയാണ്. ഏതെൻ്റെ മണ്ണിൽ വെച്ച് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പിതാവായ ദൈവം ഒരു പ്രവചന പദത്തിൽ മനുഷ്യവർഗത്തിന് വാക്കുകൊടുത്തെങ്കിൽ യെശയ്യാവിൻ്റെ കാലമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വരുന്ന വരവിനുണ്ടല്ലോ, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അങ്ങനെ ഒരു പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു വിരുളിൽ നിന്ന് മാറ്റുവാൻ പിതാവായ ദൈവം തീരുമാനിക്കുകയും എന്നെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇന്ന് പകൽ നെഞ്ചത്ത് കൈ അങ്ങോട്ട് വെച്ചുകൊണ്ട്, മുമ്പേ ഞാൻ ഇരുളായിരുന്നു, ഇപ്പോൾ ഞാൻ വെളിച്ചത്തിൽ ജീവിക്കുന്നുവെന്ന് ദൈവം മുമ്പിൽ തുറന്നു പറയുവാൻ നാം പ്രാപ്തരായി തീരണം. അതിന് നാം പ്രാപ്തരായി മാറിയേ മതിയാകൂ. ഞാൻ ആ പദം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സകലതും നഗ്നതും മലർന്നതുമായി കാണാവുന്ന നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോടെന്ന് പറയാമോ, ദൈവമേ, പണ്ട് ഞാൻ ഇരുളായിരുന്നു സത്യം, പക്ഷേ ഇപ്പോൾ ഞാൻ ഇരുളല്ല, ഐ എം നോ മോർ, ഞാൻ വെളിച്ചമായി മാറി. ഇന്ന് എന്നിൽ നിന്ന് വെളിയിൽ വരുന്നത് ഇരുളല്ല, എന്നിൽ നിന്ന് വെളിച്ചമാണ് പുറത്തു വരുന്നത്. എവർ കോൺഫ്ലിക്റ്റിംഗ് കൺട്രീസ്, എവർ കോൺഫ്ലിക്റ്റിംഗ് കിങ്ഡം, 2 രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ തമ്മിൽ വഴക്കുണ്ട്. ഇരുളെന്നെ തിരികെ പിടിക്കുവാൻ എന്നും വരും, ഇരുളെന്നെ തിരിച്ച് പിടിച്ചുകൊണ്ട് പോകുവാനായി വരും. പക്ഷെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, അതെന്നെ അതിൽ സൂക്ഷിക്കുവാൻ താല്പര്യമാണ്. ഞാനതിന് താല്പര്യപ്പെടുന്നെങ്കിൽ ഇതിനു വേണ്ടി കർത്താവായി യേശു പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിച്ചേക്കാം. അവരുടെ ചില വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണെന്ന് പരസ്യമായി പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ടെന്നാൽ ദയവായി വായിച്ചാലും. ലൂക്കോസ് 19:10, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്ന് ഈ പ്രത്യേക സാഹചര്യം കൂടെ ഞാൻ പറയാം. യഹൂദനായി പിറന്ന ഒരുവന് റോമൻ ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടി. ഗവൺമെൻറ് ജോലി കിട്ടിയതിനാൽ ചുങ്കക്കാരൻ എന്ന പദവിയിൽ അവൻ ആ ജോലിക്ക് വേണ്ടി പോയി. ചുങ്കക്കാരന്ന് അല്പസ്വല്പം കബളിപ്പിക്കുന്നവരാണ്, അല്പസ്വല്പം ബലാത്കാരം ചെയ്യുന്നവനാണ്, അവർക്ക് അനുവദിച്ചതിനേക്കാൾ ഒരല്പം കൂടുതൽ എടുക്കുന്നവനാണ്. അതുകൊണ്ടൊക്കെ ധനികരായിരുന്നു സാധാരണഗതിയിൽ. വലിയ അധികാരം അവരുടെ മേലുണ്ടായിരുന്നതിനാൽ, ഇന്നത്തെ ഇൻകം ടാക്സ് കമ്മീഷണറേക്കാൾ കൂടുതൽ അധികാരം അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതിനാൽ ജനം അദ്ദേഹത്തെ നന്നായി ബഹുമാനിച്ചു. ഇവനെ പിണക്കിയാൽ
നാളെ കിടക്കപ്രതിയില്ല, ചുങ്കത്തിൻ്റെ പേരിൽ സകലതും പിരിക്കുമെന്നുള്ളത് കൊണ്ട് ആളുകൾ അവനെ ബഹുമാനിച്ചില്ലെങ്കിലും ഒരു ഭയം അവനോടുണ്ടായിരുന്നു. ഒന്ന്, അവനൊരു വലിയ ഒരു അധികാരിയാകയാൽ അതിൻ്റെ ബഹുമാനം, അതിനേക്കാൾ കവിഞ്ഞ ഭയം രണ്ടും ജനത്തിനുണ്ടായിരുന്നതിനാൽ അവനെ കാണുമ്പോൾ പഞ്ചപുച്ഛമടക്കി മാറുമായിരുന്നു. പക്ഷേ അവനൊരു കാര്യം അറിയാം, എനിക്കെന്തോ ഒരു പെശകൊണ്ട് അനുവദിച്ചതിനേക്കാൾ അല്പം കൂടുതൽ ചുങ്കം പിരിച്ചെടുക്കുന്നവനാണ് ഞാൻ. എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അധികാരത്തിന് അപ്പുറത്ത് ചെയ്യുന്നതാണ് ഞാൻ. ഇതെടുത്തു പറയുമ്പോൾ ചിലരുടെയൊക്കെ ഹൃദയത്തിനകത്തൊരു ചോദ്യചിഹ്നം ഉയർന്നേക്കാം. അനുവദിച്ചതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി എടുക്കുന്നവനാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പറ, ആണ്ട ഇരുളിൻ്റെ സാമ്രാജ്യം എന്നെ ആക്രമിക്കുന്നു കർത്താവേ. ഇരുളിൻ്റെ സാമ്രാജ്യം എന്നെ തിരികെ പിടിക്കുവാൻ എൻ്റെ പുറകെ വരികയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ജയിക്കുകയാണെന്ന് പറ. ആ ജയത്തിൻ്റെ കൃപ കർത്താവ് ഇന്ന് പകൽക്കാലം തരികയും ചെയ്യും. അനാവശ്യമായ ചിലത് പൊട്ടേണ്ട ചില ശക്തികൾ ഇന്ന് പകൽ ആത്മാക്കളിൽ നിന്ന് പൊട്ടുവാൻ, ഇന്ന് പകൽ വ്യക്തികളിൽ നിന്ന് പൊട്ടുവാൻ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്നെ പുത്രന്റെ രാജ്യത്തിലാക്കി. ഈ മനുഷ്യൻ്റെ അകം പറയുന്നുണ്ട്, ഞാൻ കാണാതെ പോയതാ. ഈ മനുഷ്യൻ്റെ അകം പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. എൻ്റെ അകം പറയുന്നുണ്ട്, പക്ഷേ ജീവനൊരു താല്പര്യം, ഈ പ്രകാശത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണണം. എനിക്ക് പണമുണ്ട്, സ്വാധീനതയുണ്ട്, എൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനും അനങ്ങത്തില്ല, ബഹുമാനിച്ചു പോലും ഇല്ല പോലും, ഭയം എന്നാണ് ഇവർ കഴിയുന്നത്. ഞാൻ ഇവരുടെ നടുവിൽ മിടുക്കനാണ്, പക്ഷേ എൻ്റെ അകത്തിരുന്ന് എന്നെ കാർന്ന് തിന്നുന്ന വേറെ എന്തോ ഒന്ന് ഞാൻ കാണാതെ പോയവനാണ്. ഞാൻ അബ്രഹാമിൻ്റെ ഗോത്രത്തിൽ വംശത്തിൽ ജനിച്ചവനാണെങ്കിലും അബ്രഹാമിന് അനുവദിക്കാത്ത ചിലത് ഞാൻ ചെയ്തു കാട്ടുന്നവനാണ്. ആ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പിടിച്ചു പറിച്ചെടുത്തുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ മിടുക്കനായി നടക്കുന്നതാണ്. കാണാതെ പോയി ഒരു ചിന്ത ഇവനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ കേൾക്കുന്നത് യേശു അതുവഴി വരുന്നു. ഇത് എരിഹോവിലേക്ക് പോകുന്ന വഴിയാണ്, മറക്കണ്ട. യേശുവിന് എരിഹോവുമായി വലിയ കാര്യമൊന്നുമില്ല. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അയച്ചത് അത് എരിഹോവിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ യേശു അതുവഴി വരുന്നത് കൊണ്ട് യേശുവിനെ ഒന്ന് കാണണം എന്നിവനൊരു താല്പര്യമുണ്ട്. ഇവനറിയാം യേശുവിനെ കാണാൻ എളുപ്പമല്ല. സാധാരണ ആളുകൾ പറയാറുണ്ട് ഇവൻ യേശുവിനെ കാണാൻ എളുപ്പമല്ല. കാര്യം അവിടെ എഴുതിയിരിക്കുന്ന പദം ഭയങ്കര രസമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പദം പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ വയ്യാതെ പോയി. പുരുഷാര നിമിത്തം. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു പെന്തിക്കോസുകാരനുണ്ട്, അവൻ്റെ നടപ്പ് തീരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ പെന്തിക്കോസിലോട്ട് വരുന്നേ ഇല്ല. ഞങ്ങളുടെ അടുത്തൊരു പെന്തിക്കോസ് കാര്യമുണ്ട്, ചെവിതല കേട്ട് കിടക്കപ്രതി ഉണ്ടാകുകയില്ല, അത് അവിടെ സംസാരം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ സൂക്ഷ്മമായി ലൂക്കോസ് 19 വായിച്ചാൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വളർച്ചയിൽ കുറിയവനാകയാൽ പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിയാതെ പോയി. മോനെ സക്കായിയുടെ കാര്യമാണിത്. സക്കായി, നിനക്കൊരു പെശ കൊണ്ടിടാ, നീ വളർച്ചയിൽ കുറിയവനാ. നീളമുള്ളവൻ ഒക്കെ ഈ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് യേശുവിനെ കാണുന്നുണ്ടടാ. നീളമുള്ളവനൊക്കെ, കഴകമുള്ളവനൊക്കെ, കഴിവുള്ളവനൊക്കെ, കൃപയുള്ളവനൊക്കെ, ദൈവം വിളിച്ചവനൊക്കെ ഈ പുരുഷാരത്തിൻ്റെ നടുവിൽ വെച്ച് രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, ദൈവകൃപയിൽ ജീവിച്ചു. നിനക്കെന്നടാ കാണാൻ കഴിയാത്തത്? അവൻ പറയും പുരുഷാരം നിമിത്തം. അല്ലടാ സക്കായി, പുരുഷാരം തിരിച്ചു വരാൻ നിന്റെ നീളക്കുറവ് കാരണമാ, നിനക്കെന്തോ പരാജയമുണ്ട്. ഇന്ന് പകൽക്കാലം ചെയ്യും. ഞാൻ ആ ഭാഗം വിശദീകരിച്ചത് ഓർമ്മയുണ്ട് ഒത്തിരി നാളുകൾക്ക് മുമ്പേ. സക്കായി ഒരു കാര്യം ചെയ്തു, മുൻപോട്ടോടി. അവൻ തീരുമാനിച്ച് യേശുവിനെ കാണാൻ ഇറങ്ങിയിട്ട് കാണാതെ പോകത്തില്ല. പെന്തിക്കോസിൽ ചേർന്നിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ പോകത്തില്ല. തനി പെന്തക്കോസുകാരനായി ജീവിക്കാതെ പോകത്തില്ല. ചിലർ പറയാറുണ്ട് ഈ പെന്തിക്കോസുകാരല്ലേ ഇപ്പം ഇങ്ങനെ. ഞാൻ ബാക്കിയുള്ളവർ തള്ളി അങ്ങ് കയറും. വടക്കേ ഇന്ത്യയല്ലേ, അങ്ങനെ വലിയ സംസ്കാരമൊന്നും അവർക്കില്ല. ആളുകൾ ഇറങ്ങാൻ അനുവദിക്കത്തില്ല, തള്ളി ഇങ്ങനെ അകത്തോട്ട് കയറത്തേ ഉള്ളൂ. അതുകൊണ്ട് ബസ് ഡ്രൈവേഴ്സ് ഓരോരുത്തരും വരുമ്പോൾ ഒരിക്കലും സ്റ്റാൻഡിൽ നിർത്തത്തില്ല. ഒന്നിലൊരല്പം പുറകിൽ നിർത്തും, അല്ലെങ്കിൽ ഒരല്പം മുൻപിൽ നിർത്തും. കാര്യം ഇതെന്ന് ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കോട്ടെ, അവർ ഇറങ്ങുന്ന നേരം കൊണ്ട് ബാക്കിയുള്ളവർ വന്ന് ഒരു ലോഡ് ആൾ കയറും, അങ്ങനെ കയറിക്കോളും. അപ്പം ഞങ്ങളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർ കുറച്ച് നേരം മുന്നോട്ടോടും, പിന്നെ അടുത്ത ബസ് പുറകിൽ നിർത്തും, പുറകോട്ടോടും, പിന്നെ അടുത്ത ബസ് മുന്നേ നിർത്തും, മുന്നോട്ടോടും, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഓടുക പതിവ്. അമ്മൻ്റെ അനിയൻ എന്നോട് പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്, അച്ചാ ഞാൻ മുന്നോട്ടേ ഓടത്തുള്ളൂ. ഓട്ടം തീരുമ്പോൾ ഏതായാലും നമ്മൾ അരമണിക്കൂർ ഓടിയേ പറ്റൂ. ഓട്ടം തീരുമ്പോഴത്തേക്ക് ഞാൻ 20 പൈസയുടെ പോയിൻ്റ് മുന്നിലായിരിക്കും. അതുകൊണ്ട് പുറകോട്ട് പോകത്തില്ല, മുന്നോട്ടേ ഓടൂ. സക്കായിയുടെ തീരുമാനം ഇതായിരുന്നു. യേശുവിനെ കണ്ടേ പോകൂ, അതിന് പുറകോട്ടില്ല. അവൻ മുന്നോട്ടോടി.
തൻ്റെ നീളക്കുറവിനെ പരിഹരിപ്പാൻ ഒരു കാട്ടത്തിയെ കയറി. ഞാൻ ഈ പദം കൺവെൻഷനുകളിൽ ഒത്തിരി വിശദീകരിക്കാറുണ്ട്. എന്തിടെ ഒരു നല്ലെത്തിയെ കയറാഞ്ഞത്? ദൈവസഭയായിരുന്ന യഹൂദൻ അധപ്പതിച്ച് മതമായി പരിണമിച്ച ഈ കാലത്ത് കാട്ടത്തിയെ ഉള്ളടോ, നല്ലെത്തി തേടി എവിടെ പോകുന്നേ? അതുകൊണ്ട് പോയി കാട്ടത്തിയെ കയറിയതാ. ആരെങ്കിലും കാട്ടത്തിയെ കയറി യേശുവിനെ നോക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിനൊരു കൽപ്പനയുണ്ട്. ഞാൻ അവിടോട്ട് വരാൻ പോകുകയാണ്. ഇവൻ ഓടി ഒരു കാട്ടത്തിയുടെ മണ്ടയിൽ കയറി. ആ മണ്ടയിൽ ഇരുന്നുകൊണ്ട് ഇലകളുടെ ഇടയിലൂടെ താഴെ കൂടെ പോകുന്ന യേശുവിനെ നോക്കി, ദേ പോകുന്നു പെന്തിക്കോസുകാരെല്ലാം കൂടെ, ദേ യേശു ഇതാ. ഇവനിങ്ങനെ താഴോട്ട് നോക്കി കാണുക. നമ്മളിൽ എത്ര പേരെങ്കിലും താഴോട്ട് നോക്കി കാണുന്നവരുണ്ടോ? എന്നെ കേൾക്കുന്നവർ ഒത്തിരി പേര് ഈ താഴോട്ട് നോക്കുന്നവർ കാണും. പെന്തിക്കോസുകാരനെ കാണാൻ മേളിലോട്ടല്ല താഴോട്ട് നോക്കും. പക്ഷേ ആ മരച്ചോവട്ടിലെത്തി യേശുവിൻ്റെ പ്രത്യേകത, ആ മരച്ചോവട്ടിൽ നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കി പറഞ്ഞ്, എടാ സക്കായി, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അല്ലട പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ, അല്ല ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ഞാൻ നിന്നെ കണ്ടതാടാ. ഈ അത്തിയെ എനിക്കറിയാവുന്നതാടാ. വേഗം ഇറങ്ങി വാ. ഓ, ആ പദത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് മാറണമെങ്കിൽ ആ നിരന്തര കോൺഫ്ലിക്റ്റിൻ്റെ നടുവിൽ പതുക്കെ പതുക്കെ ഇറങ്ങുന്നവനെ ദൈവത്തിന് കൊള്ളത്തില്ല. വേഗം ഇറങ്ങി വാ. ഞാൻ പലപ്പോഴും ആളുകളെ രോഗശാന്തിക്ക് വേണ്ടി വിളിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു നടത്തിപ്പുള്ള സമയത്തായിരിക്കും വിളിക്കുന്നത്. പതുക്കെ പതുക്കെ നടന്നു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് മൂഡ് കാണുകയില്ല. കാരണം ഓടി വരുന്നവനെ ഇതൊക്കെ സാധാരണ കിട്ടാറുള്ളൂ. ഓടി വരുന്നവർക്കിടെ പ്രത്യേകത വേറെയാ. യേശുവിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറുവാൻ താല്പര്യപ്പെടുന്ന ദൈവപൈതലേ, പതുക്കെ പതുക്കെ നിൽക്കാതെ വേഗം ഇറങ്ങി വാ. തീരുമാനങ്ങൾ ഇന്നാകട്ടെ, തീരുമാനങ്ങൾ ഇപ്പോഴാകട്ടെ, തീരുമാനങ്ങൾ ഈ സമയത്താകട്ടെ. ഹേ സക്കായിയെ, യേശു അഡ്രസ്സ് ചെയ്യുന്നത് ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് നാട്ടുകാരെല്ലാം ഇനി പോരാനല്ല. ഞാൻ വ്യക്തിപരമായി ഒരാളിനെ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുകയാണ്. അതാ സക്കായി ആണ്, നീളം കുറഞ്ഞ സക്കായി. നിന്നെയാണ് എൻ്റെ നോട്ടം. ഇറങ്ങി വാ വേഗം. അടുന്നവൻ കർത്താവിൻ്റെ കൃപയിലാകും. ഇവിടെ ഒരു പരസ്യമുണ്ടെന്നിരിക്കട്ടെ, അടുത്ത ഫാക്ടറിയിലേക്ക് ആളെടുക്കുന്നു. അതിൻ്റെ യോഗ്യത ഇന്നതൊക്കെയാണ്. പേരല്ലവർ സാമ്രാജ്യത്തിലേക്ക് ചിലതിനെ വിളിക്കുന്നതിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. എനിക്ക് തോന്നുന്നത് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ബ്രദർ സ്റ്റാൻലി എന്നോട് ഈ ഞായറാഴ്ചത്തെ വിഷയം എന്തുമായിരിക്കും, ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് ചോദിച്ചു. ഉന്നതമായ സ്റ്റാൻഡേർഡിലേക്ക് മാറുവാൻ, ഇന്നിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് നാളെ ഇരിക്കേണ്ട നിലവാരത്തിലേക്ക് ഉയരുവാൻ ചില ആളുകളെ കർത്താവ് ഉന്നം വെക്കുകയാണ്. ദൈവത്തിനൊരു പട്ടിക കാണാം. 50 എണ്ണത്തെ ഞാൻ എടുക്കാൻ പോകുകയാണ്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തുനിന്ന് 35 എന്നൊരു ഫിഗർ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഇതൊരു പ്രാവചനിക ശുശ്രൂഷയിലേക്ക് മാറുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഇരിക്കുന്ന കോൺഗ്രിഗേഷനിൽ ഇതിനകത്തു നിന്ന് ആമേൻ ഹല്ലേലൂയ 1500-നും 1700-നും ഇടയിൽ ആളുകൾ ഈ സമയത്ത് ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു അന്ധേജായ ഒരു കണക്ക് കൂട്ടൽ. ചുമ്മാ കണ്ടതുകൊണ്ട് ആരെയും എണ്ണിയതല്ല, എന്നാൽ അത്രയും ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ 35 എന്നുള്ള ഫിഗർ വളരെ ആക്യുറേറ്റായി പരിശുദ്ധാത്മാവിനെ എടുത്തു കാണിക്കുന്നു. ഈ ഇരിക്കുന്നതിനകത്ത് നിന്ന് ഇന്നത്തെ നിലവാരത്തിൽ നിന്ന് ഉയർന്ന നിലവാരങ്ങളിലേക്ക് കയറുവാൻ ദൈവത്തിനൊരു 35 വേക്കൻസി ഉണ്ടെന്ന്. അതിനെയാണ് മുൻനിർണയം. ഈ ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് അതിനേക്കാൾ കൂടുതൽ ആളുകൾ വെളിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 10,000-ഓളം ആളുകൾ ഈ ഒരാഴ്ച കൊണ്ട് ഇത് കണ്ടു തീരും. ഒരു കണക്കെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു നല്ല ഫിഗർ ഒന്ന് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നല്ല ഫിഗർ ഒന്ന് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വോളണ്ടിയേഴ്സ് ആരും എഴുന്നേക്കാനല്ല, ആദ്യമായി സമർപ്പിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിനായി വിട്ടുകൊടുക്കുന്ന ചിലരെ തമ്പുരാൻ ഉയർത്തിയെടുക്കും. ആമേൻ. ഞാൻ ആ ഭാഗത്ത് തന്നെ നിൽക്കാൻ പറയുന്നു. ചില കമ്പനികൾക്ക് വേണ്ടി പരസ്യങ്ങൾ വരുമ്പോൾ ഒത്തിരി കമ്പനിക്കാർ പരസ്യം കൊടുത്ത ആളുകളെ പറ്റിച്ച് 50,000, 75,000, 1 ലക്ഷം, 10 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒടുവിൽ പാസ്പോർട്ടുമില്ല, ടിക്കറ്റുമില്ല, വീസയുമില്ല. പൈസ പോയവൻ തലേ ചൊറിഞ്ഞു എന്ന് പറഞ്ഞ് പോകുമ്പോൾ വേറെ ചില കമ്പനിക്കാരുണ്ട്, നീ വരാൻ തയ്യാറാണെങ്കിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ടിക്കറ്റ് ഞാൻ തരാം, വഴിച്ചെലവ് ഞാൻ തരാം, യാത്രക്കൂലി ഞാൻ എടുത്തോളാം, വരുന്ന വഴി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ചില കമ്പനികളുണ്ട്. ഇന്ന് പകൽക്കാലം സ്വർഗീയ യജമാനൻ ആ കൂട്ടത്തിലാകയാൽ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ.
നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ, ഞാൻ വളർത്തിക്കോളാം. എൻ്റെ ദൂതന്മാരെ വിട്ട് ഞാൻ നിന്നെ സഹായിച്ചോളാം. എൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ കഴുകിക്കോളാം. എൻ്റെ ആത്മാവിനാൽ ഞാൻ നിന്നെ മുദ്രയിട്ടോളാം. എനിക്ക് ആള് വേണം. ഉയർന്നു നിൽക്കുന്ന ദൈവിക സംസ്കാരത്തിൽ ദൈവിക സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന യേശു ഒരൊറ്റ വിളിയായിരുന്നു, സക്കയ്യേ വേഗം ഇറങ്ങി വാ. എന്തിനാണെന്നറിയാമോ? നീ വന്നതെന്നെ കണ്ടേച്ചുവാനാ. ഞാൻ അതിനല്ല, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കാനാ. പ്രൈസ് ദി ലോർഡ്. എടാ, ഞാൻ കണ്ടെടുത്ത് കയറി പാർക്കുന്നവനല്ല, ഞാൻ കണ്ട ചുങ്കക്കാരൻ്റെ കൂടി ഇരിക്കുന്നവനല്ല. നിന്നെ ചുങ്കക്കാരനാക്കി അവിടെ ഇരുത്താനല്ല, നിന്നെ ശുദ്ധീകരിച്ച് ഇരുത്താനാ. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ പാർക്കുന്നവനാ. നിന്നെ മകനാക്കാനാ, നിന്നെ മകളാക്കാനാ, നിന്റെ സ്റ്റാറ്റസ് മാറ്റാനാ. ഇന്ന് പകൽക്കാലം സ്റ്റാറ്റസ് മാറ്റുവാൻ സ്വർഗം ഉദ്ദേശിക്കുന്നതിനാൽ വിളിക്കപ്പെടുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. സക്കായി ഇറങ്ങിയതിനെ കുറിച്ച് നമ്മളെ വാക്യം വായിച്ചില്ല. സക്കായി ഇറങ്ങിയതിനെ കുറിച്ച് ഒരു പദമുണ്ട്, അവൻ ബന്ധപ്പെട്ടിറങ്ങി. ഇവിടെ കയറാൻ ഈ ബുദ്ധിമുട്ടൊന്നും നിനക്കില്ലായിരുന്നല്ലോ. ബന്ധപ്പാടൊന്നും കാര്യമല്ല, കാണുക എന്നുള്ള തീരുമാനത്തിൽ ഓടിയതാ. ഞാൻ പുറകോട്ട് പോയവനല്ല, ഞാൻ മുന്നോട്ട് ഓടിയവനാ. ഇത് കയറിയതാ, ബന്ധപ്പെട്ടിറങ്ങി. അതെന്തിനാ ബന്ധപ്പെടുന്നേ? ഈ കണ്ട അഴുക്കയിലൊക്കെ പോയി കയറിയാൽ പിന്നെ ഇറങ്ങുന്ന ബുദ്ധിമുട്ടാണ്. ഒരാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വേറൊരു സഭയിൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ സ്റ്റാറ്റസിൽ ഞാൻ ഇറങ്ങി സ്നാനപ്പെട്ടാൽ ശരിയാകലും മണ്ണാങ്കട്ട. എടാ, ഏത് ഘട്ടത്തെയാണെങ്കിലും ബന്ധപ്പാടായി ഇറങ്ങാൻ. ബന്ധപ്പെടാതെ ഒരു നിവൃത്തിയില്ല. വിളിയിലേക്ക് ഉയരണമെങ്കിൽ ബന്ധപ്പെടാതെ ഒക്കത്തില്ല. കക്ഷത്തിൽ വെച്ചത് പോകാതെ ഉച്ചത്തിലിടിക്കുന്നത് എടുക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ഇത് രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ ഒക്കത്തില്ല. തമ്പുരാൻ ആവശ്യം ആ തന്നെ അനുഗമിക്കുന്നവരെയാ. തമ്പുരാൻ ആവശ്യം സകലതും വിട്ടേച്ചിറങ്ങുന്നവനെയാ. അതിൻ്റെ അർത്ഥം വഴിയാധാരമായി ഇറങ്ങാനല്ല. ഞാൻ പറഞ്ഞ ഒന്നും നഷ്ടപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അരിതത്വത്തെ കയറിപ്പോയെങ്കിൽ നിൻ്റേതല്ലാത്ത ഉയരം നിനക്ക് വേണ്ട സക്കായി, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ബന്ധപ്പെട്ടിറങ്ങി. യേശു പറഞ്ഞു, നടക്ക് നിൻ്റെ വീട്ടിലോട്ട് ഞാനും കൂടെ വരിക. നീ കണ്ടേച്ചുവാൻ വന്നതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു സഭായോഗം കൂടി അയച്ചുവാൻ വന്നതല്ലേ? ചുമ്മാ ഒരാഴ്ച ഒന്ന് നോക്കാമെന്നും കണ്ട് വന്നതല്ലേ? ഞായറാഴ്ച രാവിലെ ഒരു ഫെലോഷിപ്പിന് വേണ്ടി വന്നതല്ലേ? തമ്പുരാൻ പറയുകയാ, നോ, ഞാൻ നിന്നെ ഒന്ന് മാറ്റാൻ പോകുകയാ, ഞാൻ നിന്നെ ഒന്ന് രൂപീകരിക്കാൻ പോകുകയാ. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാ പോക്ക്, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാ പോക്ക്. പ്രൈസ് ഗോഡ്. എന്തോ ഈ വിഷയം എൻ്റെ ഹൃദയത്തിൽ തരുമ്പോൾ ഈ 35 പേരൊന്നും അപ്ഗ്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്നും എന്നോട് ദൈവാത്മാവ് പറഞ്ഞിരുന്നില്ല. ഇവിടെ ലഭിച്ച ഈ വാചകത്തിനായി സ്തോത്രം. ഇന്നത്തെ സഭായോഗത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഓഫ് കോഴ്സ് നല്ലൊരു പ്രവാചകൻ ഇന്ന് വെളുപ്പിന് 2:30 എൻ്റെ പേർക്ക് 3-4 മെസ്സേജ് അയച്ചു. ഞാൻ നേരത്തെ അറിഞ്ഞില്ല. അദ്ദേഹം 3 മണി വരെ നോക്കി. ഞാൻ ഉണർന്നിട്ടില്ല എന്ന് മനസ്സിലായി. എന്നാൽ ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ല. 3 കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്താ എഴുന്നേൽക്കുന്നില്ല? ഞായറാഴ്ച വെളുപ്പിനെ എഴുന്നേൽക്കുന്ന പതിവുണ്ട്. എന്താ എഴുന്നേറ്റില്ല? ഞാൻ പറഞ്ഞു, ഇല്ല ബ്രദർ, ഞാൻ കിടക്കുക. എന്നാൽ ഞാനൊരു 3-4 മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിയിലോട്ട് അദ്ദേഹം ടൈപ്പ് ചെയ്തു, വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ദൈവം ചില നന്മകൾ ചെയ്യുമെന്നാണ്. ദൈവം ചില നന്മകൾ ചെയ്യുമെന്നാണ്. ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യുക. ഓക്കെ, ഞാൻ ഇച്ചിരൂടെ മുന്നോട്ട് വന്നോട്ടെ. അവൻ്റെ വീട്ടിൽ പോയി പാർത്തു. യേശു അവൻ്റെ വീട്ടിൽ ചെന്നേച്ചു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് അനുഗ്രഹം വന്നു. നിങ്ങളെ ക്രിസ്തു അബ്രഹാമിനോട് ഒട്ടിക്കേണ്ടതിന്, അബ്രഹാം എന്ന വൃക്ഷത്തോട് ഒട്ടിക്കേണ്ടതിന്, എന്നെയും നിങ്ങളെയും അബ്രഹാമിനോട് ചേർക്കേണ്ടതിന് തൻ്റെ കാൽവറിയുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അബ്രഹാമിനോട് എന്നെ ഒട്ടിച്ചു ചേർക്കുവാൻ ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ, അത് ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയായി മാറി. വിശ്വാസത്താൽ കൃപയാൽ അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ആദിമ അനുഗ്രഹങ്ങൾക്ക് അവൻ ഉത്തരവാദിയായി. അബ്രഹാമേ, നീ കെട്ടിപ്പൊക്കാത്തതായ വീട്ടിൽ നിന്നെ പാർപ്പിക്കാൻ പോകുകയാ. നീ നട്ടുണ്ടാക്കാത്തതായ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നിനക്ക് ഫലം തരാൻ പോകുകയാ. നീ കുഴിച്ചിട്ടില്ലാത്ത കിണറിൽ നിന്ന് നിന്നെ കുടിപ്പിക്കാൻ പോകുകയാ. നിനക്ക് പകരം വില മുടക്കുവാൻ ഞാൻ തയ്യാറായതിനാൽ, നിനക്ക് പകരം വില മുടക്കുവാൻ ഞാൻ തയ്യാറായതിനാൽ നിനക്കിത് ഫ്രീ ആയി അനുഭവിക്കാം.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യ ചിന്മയുണ്ട്, എൻ്റെ മൂത്ത മകനുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ വിദേശത്തൊരു രാജ്യത്ത് ചെന്നു. ഒരു പേയ്മെൻറ്റ് കൊടുക്കണം. എനിക്ക് തോന്നുന്നത് $2,000 ഒരു പേയ്മെൻറ്റ് അവിടെ കൊടുക്കണം. എൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്. നടന്ന ചരിത്രമാണ് ഞാൻ പറയുന്നത്, തമാശ പറയുകയല്ല, കഥ പറയുകയല്ല, ഊഹാപോഹം പറയുകയല്ല. $2,000 കൊടുക്കേണ്ടത്. എൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്, പക്ഷേ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാനൊരു ഇന്ന് വൈകുന്നേരം തന്നോളാം, അവിടെ 3 ദിവസത്തേക്കകം കൊടുത്താൽ മതി, ഞങ്ങൾ 3 ദിവസം അവിടെ ഉണ്ട്, ഈ 3 ദിവസത്തേക്കകം കൊടുത്താൽ മതി. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിന്ന് വൈകുന്നേരം തന്നോളാം. കാര്യം വെളിയിലുള്ള ആരെങ്കിലും സഹോദരന്മാരെ വിളിച്ച് എളുപ്പം ഇത്രയും പൈസ ഒന്ന് പേ ചെയ്യുക ഇനി അക്കൗണ്ടിലേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, യാതൊരു സംശയവും. അത്രയും ഡോളർ അത്രയും കൊടുക്കാനുള്ളവരുണ്ട്. പക്ഷെ പെട്ടെന്നൊരു മനുഷ്യൻ അവിടെ നിന്നവൻ ചോദിച്ചു, എം എ വർഗീസ് അല്ലേ? ഞാൻ പറഞ്ഞത് എം എ വർഗീസാ. എൻ്റെ പേരിൽ എഴുതിയേക്ക്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, നോ ബ്രദർ, വേണ്ട. കാര്യം നിനക്കിത് തിരിച്ചു തരാൻ നാളെ തന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടാ, എനിക്കിത് ആളിനെ അറിഞ്ഞുകൂടാ. ഞാൻ നാളെ തന്നെ എവിടെ കണ്ടിട്ടാ, എനിക്ക് വേണ്ട, നിൻ്റെ പൈസ വേണ്ട, ഞാൻ വേറെ വാങ്ങിച്ചോളാം. അദ്ദേഹം പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഒന്നും വേണ്ട. അത് തീർന്നു. എം എ വർഗീസിനെ ഒന്ന് കാണാൻ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഇത്രയും പണം എൻ്റെ കയ്യിലുണ്ട്. മറ്റൊരാൾ എനിക്ക് പകരം കൊടുത്തു. ഞാനൊരല്പം കൂടെ താവട്ടിറങ്ങാൻ ആഗ്രഹിക്കുക. ആ രാജ്യത്തു നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരണം. എയർ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിശ്ചയമായിട്ടും അവിടുന്ന് ഒരു ടാക്സി എടുത്ത് എയർ ടിക്കറ്റ് വരെ വരാനുള്ള കാശും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ മനുഷ്യൻ അതിനുപോലും സമ്മതിച്ചില്ല. ടാക്സി വരെ പ്രീപെയ്ഡ്. തൻ്റെ മുന്നിൽ വന്ന് നിന്നു. തെണ്ടിതയിലോട്ട് കയറി ഇരുന്നാട്ടെ, അവർ എയർപോർട്ടിൽ കൊണ്ട് വിട്ടോളൂ. യാതൊന്നിനും എൻ്റെ കയ്യിൽ നിന്ന് പണം പോകാതെ ഞാൻ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ. കണ്ടു കാണാം, പക്ഷെ കണ്ടതായിട്ട് ഓർമ്മയില്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ ചെയ്തു. എൻ്റെ യേശു പറയുകയാണ്, മോനെ, നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ വിളിച്ചത് മുതൽ നിന്നെ ശുദ്ധീകരിച്ച് എൻ്റെ ദാസനാക്കി തീർക്കുന്നത് വരെ ചുങ്കക്കാരനെന്ന പേരിൽ കിടന്ന നിന്നെ, മനസ്സിലായോ? അത് യഹൂദന്മാരുടെ ഇടയിൽ, ആത്മീകരുടെ ഇടയിൽ ഒട്ടും അംഗീകരിക്കുന്ന പേരല്ല. ചുങ്കക്കാരൻ എന്ന പേരിൽ കിടന്നടത്തുമെന്ന് ഞാൻ നിന്നെ പൊക്കിയെടുത്ത് എൻ്റെ പത്രോസും എൻ്റെ യോഹന്നാനും എൻ്റെ അപ്പോസ്തലന്മാരും എൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെ നിന്നെ പന്തിയിലിരുത്താൻ, നിൻ്റെ വീട്ടിൽ വന്ന് പന്തിക്കിരിക്കുവാൻ, നിനക്കൊരു ടോട്ടൽ അപ്ഗ്രേഡിങ് തരുവാൻ, ഫ്രീ ഓഫ് കോസ്റ്റ്, നീ യാതൊന്നും വില മുടക്കേണ്ടതില്ല, ഞാൻ ചെയ്തോളാം. ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഈ ഒരു ഏരിയയിൽ കൂടെ പോകുകയാ. 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാ. നിങ്ങളെ മറ്റേ സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ, ഇന്ന് പകൽ ചിലതിനെ ദൈവരാജ്യത്തിലാക്കുവാൻ സ്വർഗത്തിൽ ദൈവം തയ്യാറാ. നമ്മുടെ ഈ ചർച്ചിൽ വന്നിരുന്ന ഒരാൾ, പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പക്ഷേ ഫാമിലി കംപ്ലീറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഗംഗാനഗറിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ആ ചർച്ചിലുണ്ടായിരുന്ന ഒരു കുടുംബം, ഒരപ്പനും 2-3 പെൺകുഞ്ഞുങ്ങളും ഒരു മോനുമുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് ഒരു മോള് ഇന്നും ബാംഗ്ലൂരിൻ്റെ പരിധിയിൽ എവിടെ ഉണ്ട്. നമ്മുടെ ചർച്ച് വിട്ടുമാറി അവർ അല്പം അകലെയോട്ട് ദൂരെയോട്ട് മാറി പാർത്തു. ആ മോടെ വിവാഹം നടന്നു. ആ മോക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. അതിലൊരു കുഞ്ഞിനെ ആരോ പിടിച്ചുകൊണ്ടുപോയി. നടന്ന ചരിത്രമാണ്. വന്ന് എന്നോട് പറഞ്ഞതാണ്, ആരോ പിടിച്ചുകൊണ്ടുപോയി. ഒരു റാൻസം കൊടുക്കാതെ ആ കുട്ടിയെ വിട്ടുകിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു അന്ന് അവർ ചോദിച്ചത് 2 ലക്ഷം രൂപയാണ്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് പുറകിലാണ്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് പുറകിലാണ്. 2004 തോന്നുന്നു നമ്മൾ ഈ വസ്തു വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2005 2006 ആൾ ഇവിടെ വന്നെന്നോട് പറഞ്ഞ വാചകമാണ്, കുഞ്ഞിനെ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി, റാൻസം ചോദിക്കുന്നു 2 ലക്ഷം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ എത്ര ശ്രമിച്ചാലും പ്രയാസമാണ് പാസ്റ്ററെ. എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒന്ന് പൈസയൊന്നും ചോദിച്ചില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, 2 ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കി. അല്പം വസ്തു നാട്ടിലുണ്ടായിരുന്നത് ആർക്കോ പടാവലേക്ക് കൊടുത്തേച്ച് കിട്ടാവുന്ന സകല സോഴ്സുകളും കൂടെ ഒരുമിച്ച് ചലിപ്പിച്ച് 2 ലക്ഷം രൂപ ഉണ്ടാക്കി. പറഞ്ഞ റാൻസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ മോൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തോ ചെയ്യും? അവൻ സ്വയം പറഞ്ഞ് വരുന്നില്ല. ഇത് കള്ളക്കാർ പിടിച്ചതൊന്നുമല്ല, അവനൊരു പെങ്കൊച്ചിനെയും കൊണ്ട് ഓടിയതാ. പോയ വഴിക്ക് അവന് ജീവിക്കാൻ 2 ലക്ഷം രൂപ വേണം. അതിനെ പെങ്കൊച്ചിൻ്റെ ആരാണ്ടേക്കൊണ്ട് അവൻ വിളിപ്പിച്ചതാ.
റാൻസമൊന്നും അല്ലായിരുന്നു. റാൻസമാണ്, പക്ഷേ പേരൻസിന് മനസ്സിലായില്ല. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ തീർന്നു. ഞങ്ങൾക്ക് ലഭിക്കാവുന്ന സകല സോഴ്സസ് ഉപയോഗിച്ചു. അന്ന് വരെ അറിയുന്നുമില്ല. ആ ദുഃഖത്തിലാണ് എൻ്റെ അടുക്കം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മോൻ തിരിച്ചു വരുന്നില്ല. ഇതാണ് എൻ്റെ സ്ഥിതി. ഞാൻ എന്തു വേണം? എനിക്ക് പരിചയമുള്ള വീടാണ്. എനിക്ക് അക്കാലത്ത് ചർച്ചിലുണ്ടായിരുന്നവർക്കറിയാം. ആരംഭകാലം 1984 കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. എന്തു വേണം? ഇന്ന് പകൽ എൻ്റെ യേശു ഇതേ കാറ്റഗറിയിലാണ്. ഞാൻ എൻ്റെ രക്തം ചിന്തി, എൻ്റെ ആത്മാവിനെ കൊടുത്തു, എൻ്റെ ദൂതന്മാരെ കാവൽ കൊടുത്തു. എൻ്റെ മകൻ മടങ്ങി വരാൻ താല്പര്യമില്ല. അവൻ ഇരുളിൻ്റെ സാമ്രാജ്യത്തിലാണ്. ഇന്ന് പകൽക്കാലം ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് മാറി സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ വരുവാൻ സകലതും അവൻ ചെയ്തല്ലോ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 26:18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലോസ് എന്ന അപ്പസ്തോലനെ, അല്ല ശൗൽ എന്ന് പറയുന്ന ആ മനുഷ്യനെ, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി ഈ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ പിടിച്ചുകെട്ടി ബലാത്കാരയുടെ പുറകോട്ട് കൊണ്ടുപോകുവാൻ വന്നതായ ആ വ്യക്തിയെ ഒരു ദിവസം എൻ്റെ യേശു പിടിച്ചു വെച്ച് പറഞ്ഞു, ശൗലേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ ജനത്തെ പിടിച്ചുകെട്ടി ഇരുട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനല്ല നീ വന്നത്. നിന്നെ പിടിച്ചുകെട്ടി പലരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ ദൂതുകളാണ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ചിലതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന്, ചിലത് പോയ ഇടത്തുനിന്ന് തിരികെ കൊണ്ടുവരേണ്ടതിന്, അപഹരിക്കപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരേണ്ടതിന്. യെശയ്യാവ് 42 നമ്മൾ ആ വാക്യം വായിച്ചിട്ടുണ്ട്. ഈ ജനം അപഹരിക്കപ്പെട്ടു പോയി, ഈ ജനം കണികളിൽ അകപ്പെട്ടു പോയി. ഇവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന് എനിക്ക് ചില വ്യക്തിത്വങ്ങളെ വേണം. അവർ അപഹരിക്കപ്പെട്ടു പോയി എന്ന് അവരറിയുന്നില്ല. നിങ്ങളിൽ ആർ ഇതിന് ചെവി തരും? ഇന്ന് പകൽ ചിലതിനെ സുവിശേഷീകരണത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ, വേറെ ചിലതിനെ കെട്ടഴിച്ചു വിടുവാൻ. പ്രൈസ് ദി ലോർഡ്. തുമ്പെ പിടിച്ച് വലിച്ച് കണ്ട അകൃത്യത്തിന് വേണ്ടി വിടാനല്ല, പകരം വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ ചിലതിനെ വിളിച്ചുകൊണ്ടുവരുവാൻ. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ എടുത്തു പറയട്ടെ, നിങ്ങളുടെ അയൽവക്കങ്ങളിൽ നിന്നോ നിങ്ങളുടെ സ്വന്തക്കാരിൽ നിന്നോ ചിലതിനെ കർത്താവിൻ്റെ കൃപയിലേക്ക് നിർബന്ധമായി വിളിക്കുവാൻ, നിർബന്ധിച്ച് ദൈവസ്നേഹത്തിൽ കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വാതിൽ തുറക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം വാതിൽ തുറക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ പറയാമോ, ആ സാമ്രാജ്യത്തിൽ നിന്ന് ദൈവ സാമ്രാജ്യത്തിലേക്ക് ചിലതിനെ മാറ്റുവാൻ വിളിക്കപ്പെട്ടവരിൽ ഒന്നാ ഞാൻ. പൗലോസേ, അങ്ങ് ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ? എൻ്റെ സബ്ജക്റ്റ് തുച്ഛരെ മാറിക്കൊണ്ട് പോകുന്നുണ്ട്. നീ ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ? ഇവരെ പിടിച്ചു കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകാനാ. പക്ഷെ എനിക്ക് നിന്നെ വേണ്ടത് അവരെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനാ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ചിലതിനെ നടത്തുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാ. ഈ വേല മാറ്റി, അല്ലെങ്കിൽ ടാസ്ക് മാറ്റി, ടാർഗറ്റ് മാറ്റി ഉപയോഗിക്കുന്ന ദൈവക്രിയ. ഒരിക്കൽ ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മോശയുണ്ട്. കയ്യിലൊരു വടിയുമൊക്കെയായി മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിൽക്കുകയാ. മുമ്പിൽ എരിയുന്ന തീയുടെ നടുവിൽ രൂപമില്ലാതെ വണ്ണം ഒരു ശബ്ദം വരുന്നുണ്ട്. മോശേ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. എനിക്കൊരു ജനമുണ്ട്, അവർ മിസ്രയീമിൽ കിടക്കുന്നു. നിനക്കവരെ അറിയാം. അവരുടെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തി. അവരെ വിടുവിപ്പാൻ വന്നിരിക്കയാ. എനിക്കൊരു വ്യക്തിത്വത്തെ വേണം. എനിക്കൊരു വ്യക്തിത്വത്തെ വേണം. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ മോശ പറഞ്ഞു, കർത്താവേ, ഒക്കത്തില്ല. ഞാൻ മോശയോട് ചോദിക്കട്ടെ, മോശേ, അങ്ങ് എന്തിനാ വന്നേ? ആട് തീറ്റാൻ. ആട് തീറ്റേച്ച് പോയാൽ പോരെ? കർത്താവേ, എന്തിനായത്? കർത്താവ് പറഞ്ഞ, അല്ല, അവൻ ആട് തീറ്റിയാണ് ഇവിടെ വന്നതെങ്കിലും ഞാൻ അവനെ കൊണ്ടുവന്നതാ. എനിക്കവനെ ഒന്ന് അഭിഷേകം ചെയ്യാനുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ സേവിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിൽ വന്ന എന്നോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ്, അത് കഴിയുമ്പോൾ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ചിലരോട് കർത്താവിന് പറയാനുണ്ട്, ദ വെരി പർപ്പസ് ഓഫ് യുവർ കമ്മിങ് ഇൻ ടു ബാംഗ്ലൂർ. നിങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് വരുന്ന ഉദ്ദേശം, ചിലതിനോട് UK പോയ ഉദ്ദേശം, ചിലതിനോട് വേറൊരു രാജ്യത്ത് പോയ ഉദ്ദേശം, ജോലിക്ക് വേണ്ടിയാണെങ്കിലും അയച്ചവനായ ദൈവത്തിന് സകലതും നിയന്ത്രിക്കുന്നവന് വേറൊരു പരിപാടി ഉണ്ട്. ചിലതിനെ പിടിച്ചു മാറ്റാൻ, ചിലതിനെ പിടിച്ചു വലിക്കാൻ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്കാക്കുവാൻ.
അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന്. അതിൻ്റെ അകത്തോട്ടിറങ്ങിയ ഭയങ്കരമാണ്. ഒന്ന്, അവർക്ക് പാപമോചനം പറയണം. മോനെ, അത് എല്ലാവർക്കും പറയാൻ ഒക്കത്തില്ല. ഒരു പാട്ടുകാരൻ ഒരിക്കലും ഇങ്ങനെ പാടി, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിക്കുന്ന പദവി എനിക്ക് ലഭിച്ചു. ഒരു ദൂതനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ദൈവത്തിന് തിരിഹിതമില്ല. ഒരു ദൂതനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ മകൻ്റെ വിവാഹം നടക്കുക എന്നിരിക്കട്ടെ, ദൈവകൃപയിൽ അവരുടെ എല്ലാം വിവാഹം കഴിഞ്ഞു, ഇനി അടുത്ത തലമുറയാണ്. ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ പോകാമെന്നിരിക്കട്ടെ, ഞാൻ ആരെയും ഇങ്ങോട്ട് വിളിച്ചേച്ച് പറയുമ്പോൾ നിങ്ങളങ്ങോട്ട് പോകുമ്പോഴേ കാണുന്നവരോടൊക്കെ ഇന്നാരോടും എൻ്റെ കൊച്ചുമോൻ്റെ വിവാഹം വരാൻ പറയാൻ പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വരും? ആരും വരത്തില്ല. വിളിക്കേണ്ടവൻ വിളിച്ചേ പറ്റൂ. സാത്താനും പറയും ദൂതം വിളിച്ചാലൊന്നും ഞാൻ വിടുകയില്ല. ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ആ ദൈവമനുഷ്യൻ, ദൈവത്തിൻ്റെ അധികാരം ഏറ്റുവാങ്ങിയവൻ എന്നോട് പറഞ്ഞാൽ പോകാതിരിക്കാനും പറ്റത്തില്ല. ഇന്ന് പകൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ദൈവ പൈതലേ, ചിലതിനെ പിടിച്ചു വേർതിരിക്കുവാൻ, സുവിശേഷം പറയുവാൻ ചിലതിൻ്റെ മേലൊരു ആത്മാവ് വരട്ടെ. കർത്താവേ, സുവിശേഷീകരണത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ അധികാരം ചിലരെ ഏൽപ്പിക്കണമേ. ഈ വരുന്ന നവംബർ മാസത്തിൽ ഒരു പറ്റം ആളുകൾ യേശുവിലേക്ക് വേർതിരിയുവാൻ ചില നാവുകളിൻ്റെ മേൽ ഒരു പുതിയ ആത്മാവ് വരണമേ. അവർക്ക് പാപമോചനവും. 2, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന്. ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്കൊരവകാശം വേണം. അവരെന്തിനാലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? രാവിലെ എഴുന്നേറ്റ് കുളിച്ചത് കൊണ്ടല്ല, സോപ്പ് തേച്ച് കുളിച്ചത് കൊണ്ടല്ല, ഇഞ്ചിയും തളയും കൊണ്ട് കുളിച്ചതിലല്ല. വിശുദ്ധീകരിക്കപ്പെട്ടത് എൻ്റെ വിശ്വാസത്താൽ, എന്നിലുള്ള രക്ഷയാൽ, എന്നിലുള്ള വിശ്വാസത്താൽ. ഇന്ന് പകൽ വിശുദ്ധിയില്ലാന്ന് തോന്നുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എന്നിലുള്ള വിശ്വാസത്താൽ ചിലതൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ പോകുകയാ. ഇന്ന് പകൽ ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, വിശുദ്ധിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ വിടുകയാ. എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന്. ഈ വഴി നിങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കൊരവകാശവും ഇല്ലാതിരിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടത്തിൽ ചിലർക്ക് അവകാശം തരാൻ പോകുകയാ. പണ്ട് എനിക്കിതിനകത്ത് യാതൊരു അവകാശവും ഇല്ലായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾ കന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി ജീവിച്ചിരുന്നപ്പോൾ കരുണാമയനായ ദൈവമോ, കൃപാലുവായ ദൈവമോ എന്നെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി വിട്ടു തന്നതിനാൽ അതിക്രമങ്ങളിൽ മരിച്ചിരുന്ന എന്നെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് എനിക്കിതിൻ്റെ ഇടയിൽ അവകാശം തരാനാ. അവകാശം തരേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽ ദൈവം ചിലതിനെ അയക്കുക. കർത്താവേ, ഞാൻ ഓർഡിനേഷൻ സർവീസിന് വന്നതല്ല. ഇന്നിവിടെ ഓർഡിനേഷൻ സർവീസ് ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ വിടുന്നു. ഞാൻ അയക്കുക. കർത്താവേ, ഞാൻ ആരാ? ഇന്നത്തെ ദിവസത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയും എനിക്ക് അറിവില്ല. പക്ഷെ ദൈവം എന്നോട് ഇടപെടുന്നു. ഈ സ്റ്റേജിൽ വെച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുക. ചിലതിനെ ഇന്ന് അഭിഷേകം ചെയ്ത് അയക്കുക. ഒരിക്കൽ ദൈവകൃപ പകരപ്പെട്ടാൽ കണ്ടു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമോ, ഒരാളിൻ്റെ മേൽ ദൈവകൃപ പകരുന്നത് കണ്ടാൽ കൂടെ നിൽക്കുന്ന എല്ലാവരുടെ മേലും ഏതാണ്ടൊരു ദൈവസാന്നിധ്യമുണ്ട്. ചില സമയത്ത് ചില പ്രവാചകന്മാർ ഇവിടെ വന്ന് ആളുകളുടെ പേരൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പേര് വിളിക്കുന്നതുകൊണ്ട് നിനക്കെന്നാ ഗുണം, നിനക്ക് എല്ലാവരുടെയും പേരറിയത്തില്ല മോനെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുമ്പോഴാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയാൽ എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മാതാവോ പിതാവോ ഇവിടെ വന്ന് നിന്നാൽ എനിക്കുണ്ടാകുന്ന ഒരു ഭൗതിക സന്തോഷമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അമിതമായൊരു സാഹചര്യത്തിൽ ഇറങ്ങിയാൽ നമുക്കതിനകത്ത് സന്തോഷമുണ്ട്. നമുക്കൊരു പോരാട്ടവും കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു വിഷയമുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ജയത്തിന് വേണ്ടി അല്ല. മനസ്സിലായോ? നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ജയത്തിന് വേണ്ടി അല്ല, ജയത്തിൽ നിന്ന് ഉയരേണ്ടതിനാ. നമ്മൾ നിൽക്കുന്നത് ജയത്തിലാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്നത് ജയത്തിലാ. ജയിക്കാൻ വേണ്ടി അല്ല യുദ്ധം ചെയ്യുന്നത്, ജയത്തിൽ നിന്ന് യുദ്ധം ചെയ്യുവാൻ ജയാളിയായ യജമാനൻ എന്നെ നിയമിക്കുന്നതിനൊത്തവണ്ണം
ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ, ജയാളിയോട് ചേർന്ന് നിൽക്കുവാൻ യുദ്ധം ചെയ്യുന്നവർക്കായി സ്തോത്രം. ഇന്ന് വെളുപ്പിനെ ദൈവം അതിനോട് ഇടപെടുന്നേ. നീ യുദ്ധം ചെയ്യുന്നത് ജയിക്കാനല്ല. ഇറ്റ് ഈസ് നെവർ ഫോർ യുവർ വിക്ടറി ബട്ട് യു ആർ സെർവിങ് ഇൻ വിക്ടറി. യു സ്റ്റാൻഡ് ഓൺ വിക്ടറി, യു ഫൈറ്റ് ഫ്രം വിക്ടറി. അതിനേക്കാൾ ഒരു ജയത്തിലേക്ക് നടക്കുവാൻ യേശു കാൽവറിയിൽ നിവർത്തിച്ചതായ ആ രക്ഷ മറ്റുള്ളവർക്ക് വേണ്ടി പറയുവാൻ. എഫെസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്കൊരൊറ്റ മനുഷ്യനോടും യുദ്ധമില്ല, ജഡരക്തങ്ങളോടല്ല. പകരം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഞാൻ താഴെ നിന്ന് മേളിലോട്ട് പോകാം. ഒന്ന്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് നമുക്ക് പോരാട്ടമുണ്ട്. അതിനെ ET എന്നാണ് വിളിക്കുന്നത്, എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ. എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ. ഞാൻ അങ്ങോട്ട് തിരിയുന്നില്ല, ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഓഡിറ്റോറിയത്തിൽ ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മീറ്റിങ്ങിൽ മിഷിയ കാക്കു എഴുന്നേറ്റ് നിന്നൊരു ലെക്ചർ കൊടുക്കുമ്പോൾ, അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഉന്നത സാഹചര്യം സൂക്ഷിക്കുന്ന ഒരാളാണ് മിഷിയ കാക്കു. അദ്ദേഹം ജപ്പാൻകാരനാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആ കോൺഫറൻസ് നടത്തുമ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് അവൾ സിവിലൈസ്ഡ് ആണെന്നൊരു പദം പറഞ്ഞു. ശാസ്ത്രജ്ഞയാണേ, പെൺകുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് കൊച്ചു പിള്ളേരും തെറ്റിദ്ധരിക്കണ്ട. ഹൈ ഗ്രേഡിൽ ഉയർന്ന ശാസ്ത്രജ്ഞരാ അല്ലാത്തവർക്കൊന്നും അങ്ങനെയുള്ള കോൺഫറൻസുകളിൽ അവസരം കിട്ടത്തില്ല. ആ പെണ്ണിന് ഒരു നല്ല ഹൈ ഹീൽ ഷൂസ് ഉണ്ട്, ശരീരത്തെല്ലാം ഒത്തിരി ടാറ്റു ഉണ്ട്, ഒത്തിരി ആഭരണങ്ങൾ കെട്ടി തൂക്കിയിട്ടുണ്ട്, മുടിയൊക്കെ വല്ലാതെ കിടപ്പുണ്ട്, ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് വസ്ത്രം അരയ്ക്കുണ്ട്, മാറത്തുമുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം നഗ്നയാണ്. അവൾ എഴുന്നേറ്റ് നിന്നേച്ച് പറഞ്ഞു, ഐ തിങ്ക് ഐ എം സിവിലൈസ്ഡ്. സ്റ്റേജിൽ നിന്നിങ്ങനെ ഇതൊക്കെ വിശദീകരിക്കുന്നത്, ഐ എം സിവിലൈസ്ഡ്. ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് ആ പെണ്ണ് സംസാരിച്ച് തുടങ്ങിയത്. ഐ എം നോട്ട് ആൻ ആൻഡ്, ഞാനൊരു ഉറുമ്പല്ല. ഈ വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലൊക്കെ തന്നെ എൻ്റെ ലൈംഗികത കൊണ്ടുപോകാൻ ഐ എം നോട്ട് ആൻ ആൻഡ്, ഐ എം സിവിലൈസ്ഡ്. എനിക്ക് എൻ്റെ തീരുമാനമെടുക്കാൻ കഴിയും, എൻ്റേതായ തീരുമാനങ്ങൾ. ഐ എം സിവിലൈസ്ഡ്. മിഷക്കൊക്കെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഓഹോ യു ആർ സിവിലൈസ്ഡ്, നിനക്ക് സംസ്കാരം ഉണ്ടല്ലോ, നീ സിവിലൈസ്ഡ് ആണോ? അവൾ പറഞ്ഞു അതെ. അദ്ദേഹം പറഞ്ഞു, ആകെപ്പാടെ അറിയപ്പെടുന്നത് 3 സിവിലൈസേഷനാണ്. ഒന്നിനെ പ്ലാനറ്റൽ ലെവൽ സിവിലൈസേഷൻ എന്ന് വിളിക്കും. ഇതങ്ങ് ഉന്നത ശാസ്ത്രജ്ഞന്മാരുടെ ലാംഗ്വേജ്, നമ്മുടെ അല്ല. ഒന്നിനെ പ്ലാനറ്റൽ ലെവൽ സിവിലൈസേഷൻ എന്ന് വിളിക്കും. അതിനകത്ത് സമുദ്രജലത്തിൻ്റെ നിരപ്പ് കൂട്ടുക, താക്കുക, ഭൂമിക്കടിയിലെ ഉറവുകൾക്ക് വ്യത്യാസം വരുത്തുക, വാട്ടർ സ്കെയിൽ മാറ്റുക. ഇതൊക്കെയാണ്. നിനക്ക് സമുദ്രത്തിൻ്റെ ലെവൽ ഒരു 6 ഇഞ്ച് കളത്താവും. ഇവളിങ്ങനെ ചോദിച്ചു, അപ്പോൾ നിനക്ക് പിന്നെ എന്നാ സിവിലൈസേഷനാണ് ഉള്ളത്? സ്റ്റാർ ലെവൽ സിവിലൈസേഷനാണോ? സ്റ്റാർ ലെവൽ സിവിലൈസേഷനിൽ സൂര്യൻ്റെ ചൂട് കൂട്ടുക, കുറയ്ക്കുക, സൂര്യനും ഭൂമിയുമായിട്ടുള്ള അകലത്തിന് വ്യത്യാസം വരുത്തുക. ആർ യു സിവിലൈസ്ഡ്? അതുമല്ല. 3ാമത്തേത് പ്ലാനറ്റൽ ലെവലാണ്. അതിനകത്ത് പുതിയ നക്ഷത്രങ്ങൾക്ക് ജന്മം കൊടുക്കുക. നിനക്കതാ ഇല്ല. നിന്നോടാര് പറഞ്ഞു നീ സിവിലൈസ്ഡാണ്? ഹൂ ടോൾഡ് യു യു ആർ സിവിലൈസ്ഡ്? യു സിംപ്ലി ഒബേ ദ ET. ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം അശുദ്ധ വ്യാപാര ശക്തികളുണ്ട്. അത് പറയും തുണി ഉടുക്കരുത്, നീ തുണി ഉടുക്കത്തില്ല. അത് പറയും ഇങ്ങനെ വേണം നടക്കാൻ, നീ അതുപോലെ നടക്കും. യു ആർ എ സ്ലേവ് ടു ET. എക്സ്ട്രാ ടെറസ്ട്രിയൽ ആക്ടിവിറ്റീസിന് നീ സ്ലേവാ. അതാ നീ പറയുന്നത്, അതാ നീ കാണുന്നത്. നീ സിവിലൈസ്ഡ് അല്ല. ആ പദങ്ങൾ ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത് തരുന്നത്, അന്ന് ഞാൻ പദം റെക്കോർഡ് ചെയ്തിരുന്നു. യു ആർ നോട്ട് സിവിലൈസ്ഡ്. പൗലോസ് അപ്പോസ്തലൻ പണ്ട് കാലത്തെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ഒന്ന് ഈ ലോകത്തിൻ്റെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ഞാൻ ഒരു പദം ഒന്ന് എടുത്തു പറയാൻ പോവാം. പ്രാരംഭകാലത്ത് ഭാരതീയ സംസ്കാരത്തിൽ മലയാളിയായ ഞാൻ കേട്ടിട്ടുള്ളത്, കണ്ടിട്ടില്ലെന്നങ്ങ് തീർത്ത് പറയണ്ട, കണ്ടിട്ടുണ്ട്. കേട്ടിട്ടുള്ളത്, സ്ത്രീകൾ ശരീരം മറച്ച് വസ്ത്രം ധരിക്കാൻ അന്ന് അനുവാദമില്ലായിരുന്നു. അന്നത്തെ ദൈവങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം. അന്നത്തെ പുള്ളികൾക്ക് ഇന്നും ET അത് തന്നെ. എൻ്റെ ഒരു വല്യമ്മച്ചി, ഞാനതാ പറഞ്ഞ് കണ്ടിട്ടില്ലെന്നൊന്നും പറയാൻ ഒക്കുകയില്ലെന്ന്. എൻ്റെ ഒരു വല്യമ്മച്ചി അപ്പർ ബോഡി കവർ ചെയ്യാൻ വസ്ത്രമില്ലാതെ
ഒരു നേരിയത് കൊണ്ട് മാത്രം നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടുന്നകത്തിരിക്കുന്ന പ്രായമുള്ള പലരും വല്യപ്പച്ചിമാരും വല്യമ്മച്ചിമാരും നടന്നത് ഓർമ്മയുണ്ടായിരിക്കും. അന്നത്തെ സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്ന അദൃശ്യ ശക്തികൾക്ക്, ആകാശ ശക്തികൾക്ക് നഗ്നത താല്പര്യമായിരുന്നു. പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വരികയും വസ്ത്രം ധരിച്ചോളാൻ അനുവാദം കൊടുക്കുകയും ചെയ്തെങ്കിൽ ഇന്നും വസ്ത്രം വേണ്ടാന്നും പറഞ്ഞ് അർത്ഥനഗ്നരായി നടക്കുന്നവരുണ്ട്. ഈ ഈറ്റി തന്നെയാണ്. ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗങ്ങൾ തൊടുക. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ഏറ്റവും ഒടുവിലായി സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്, ഈറ്റിയോട്, അതിൻ്റെ മുകളിൽ ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോട്. നമ്മൾ നാട്ടിലുള്ള തേർവാഴ്ചകളെന്നും നാട്ടിലുള്ള ദേശാധിപതി ശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ദേശാധിപതി ശക്തികളോട് മല്ലിടുവാൻ, യേശുവിൻ്റെ നാമം ഉപയോഗിക്കുവാൻ അധികാരമുള്ള ചിലരെ സ്വർഗം ഇതിനകത്തൊന്ന് എഴുന്നേൽപ്പിക്കട്ടെ. പല കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നതിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്നലെ രാവിലെ എന്നെ ഒരു സഹോദരൻ വിളിച്ചിരുന്നു. നമ്മുടെ ചർച്ചിനകത്തുണ്ട്, ഇതിനകത്ത് ഇപ്പോഴും കാണണം. ഇതിനകത്തുനിന്നൊരു സഹോദരൻ ഇന്നലെ രാവിലെ എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു 40 ദിവസം പെട്ടെന്ന് ഉപവസിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറയുന്നു. ഞാനൊരു 40 ദിവസം ഉപവസിക്കാൻ പോകുകയാണ്. ഞാൻ പെട്ടെന്ന് കലണ്ടർ എടുത്ത് നോക്കിയപ്പോൾ, അദ്ദേഹം ഇന്നലെ രാവിലെ എന്നോട് പറഞ്ഞതാ, കലണ്ടർ എടുത്ത് നോക്കിയപ്പോൾ ഈ ആഴ്ചയിൽ, ഇപ്പം ഇന്ന് ഞായറാഴ്ച തുടങ്ങുക, ഈ ആഴ്ചയിൽ ഉപവാസം ആരംഭിക്കുന്നെങ്കിൽ എൻ്റെ 40 ദിവസം, അദ്ദേഹത്തിൻ്റെ 40 ദിവസം ഉപവാസം അവസാനിക്കുന്നത് ചർച്ചിൻ്റെ 21 ദിവസത്തെ ഉപവാസം അവസാനിക്കുന്ന കൂട്ടത്തിലായിരിക്കും. ഇങ്ങനെ അനേക ആവർത്തി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെയും ഒരു ആത്മയുദ്ധം വെളിപ്പെട്ടിട്ടുണ്ട്. 2-3 ആഴ്ചകൾക്ക് മുന്നമേ, 2 ആഴ്ചകൾക്ക് മുന്നമേ പരിശുദ്ധാത്മാവ് എന്നോടും ഒരു പ്രത്യേക രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞൊരു 3 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ആത്മയുദ്ധത്തിൻ്റെ അവസരം ഞാൻ തരും. ആ 3 ആഴ്ചകളുടെ ഗ്യാപ്പ് തീരുന്നത് ഈ 6-ാം തീയതിയാണ്, നവംബർ 6-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു ആത്മയുദ്ധത്തിൻ്റെ ചാൻസ് ഉണ്ട്. ഈ പ്രാവശ്യത്തെ ആത്മയുദ്ധത്തിൽ ദേശാധിപതികളെ ചോദ്യം ചെയ്യുവാൻ ചില വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ചില വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മൾ വായിച്ചതായ യോവേൽ പ്രവചനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ, യഹോവേ, അങ്ങയുടെ വീരന്മാരെ എവിടേക്ക് അയക്കണമേ. അവരുടെ പേരങ്ങ് മാറുകയാണ്. യുദ്ധവീരനായ യഹോവയോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു കൂട്ടം വീരന്മാർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ യുദ്ധവീരൻ എന്ന് വിളിക്കുമ്പോൾ ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. സൈന്യങ്ങളുടെ ദൈവമെന്നും ഇസ്രയേലിൻ്റെ ദൈവമെന്നും സേനകളുടെ അധിപതി എന്നും ഒക്കെ പല ലാംഗ്വേജിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും, പല ലാംഗ്വേജിൽ അതിനെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും, എൻ്റെ അറിവോളം ഒരൊറ്റ പദം എബ്രായ ഭാഷയിൽ 270-ലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. യുദ്ധങ്ങൾ നയിക്കുന്നവനായ, യുദ്ധങ്ങളുടെ യജമാനനായ ദൈവം, യേശുവിൻ്റെ നാമത്തിൽ യുദ്ധങ്ങളുടെ യജമാനനായ ദൈവമേ, ഈ ദേശത്തുള്ളതായ സ്വർലോകങ്ങളുടെ അധികാരങ്ങളെ, ദേശത്തിൻ്റെ അധികാര ശക്തികളെ, ഞങ്ങളെ പിടിച്ചൊതുക്കുന്നതായ, ഞങ്ങളുടെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കുന്നതായ ആ കൊള്ളക്കാരുടെ ശക്തിയെ ഒന്ന് നേരിടുവാൻ, ദൈവജനത്തെ ശക്തീകരിക്കുവാൻ അടിയൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ലോകാധിപതികൾ യുദ്ധം ചെയ്യാൻ സമർത്ഥരാണ്. അവരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് ഒക്കത്തില്ല. പകരം ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, വർഗീസേ, നീ എൻ്റെ സേനയെ നയിക്കാൻ വിശ്വസ്തനെങ്കിൽ, ഐ തിങ്ക് സംതിങ് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഒരൊറ്റ ആംഗിളിൽ ദൈവാത്മാവ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുള്ളപ്പോൾ വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ട് സ്വർഗീയ സേനയെ നയിക്കേണ്ടതിന് വിശുദ്ധിയും വേർപാടും ദൈവിക കാഴ്ചപ്പാടും ദൈവിക ആലോചനകളും അംഗീകരിക്കുന്ന ചിലതിനെ അപ്ഗ്രേഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് താല്പര്യമുണ്ട്. ഒന്ന് പൊക്കി ഉയർത്തുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. എൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം ഞാൻ നിനക്ക് തരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞെങ്കിൽ അത് അബ്രഹാമിൻ്റെ കാലം കൊണ്ട് തീർന്നില്ല, അത് മോശയുടെ കാലം കൊണ്ട് തീർന്നില്ല, അത് യോശുവയുടെ കാലം കൊണ്ട് തീർന്നില്ല. അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ ചെയ്തെങ്കിൽ, ആത്മീയരായ ദൈവമക്കളെ, ദൈവം നിങ്ങളെ പാകിയിരിക്കുന്ന, നിങ്ങൾ ജനിച്ച നാട്ടിൽ നിന്നും ജനിച്ച ദേശത്തു നിന്നും നിങ്ങളെ പിഴുതെടുത്ത് ദൈവത്തിന് ഫലവത്തായി ഫലം കായ്ക്കുവാൻ ദൈവിക തോട്ടങ്ങൾ നടപ്പെട്ട പ്രിയപ്പെട്ടവരെ ചിലതിനെ അപ്ഗ്രേഡ് ചെയ്യുവാൻ, ചിലതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുവാൻ കർത്താവേ, അങ്ങയുടെ വീരന്മാരെ യുദ്ധഭൂമിയിലേക്ക് അയക്കുവാൻ, ആത്മീയ ഭൂമിയിലേക്ക് അയക്കുവാൻ, രോഗങ്ങൾക്കെതിരെ ഞാൻ അവിടെ നിർത്താൻ പോവാ.
ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനങ്ങൾ സത്യം, വിശുദ്ധി, നീതി, ദൈവിക അധികാരം എന്നിവയാണ്. അത് മുന്നേറുന്നത് സ്നേഹം, വിശുദ്ധി, വിശ്വാസം, അനുസരണം എന്നീ പ്രമാണങ്ങളിലാണ്. ഇതിൻ്റെ ശക്തി, അതിന് ശക്തി നൽകുന്നത് ജയാളിയായ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവർത്തനങ്ങളുമാണ്. ദൈവിക വിടുതലുകളും ആന്തരിക രൂപീകരണങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും, ഇതുകൊണ്ടാണ് ദൈവം തൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നത്, ഒരുവനെ ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്താൻ പോകുകയാണ്. ഇന്ന് പകൽ അതിനുവേണ്ടി ഒരു സമർപ്പണം എടുക്കുന്നവർ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? അതിനുവേണ്ടി ഒരു സമർപ്പണമുള്ളവർ ഒന്ന് എഴുന്നേൽക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അടിയൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വേറൊരു മാനദണ്ഡത്തിലേക്ക് കർത്താവ് ഇന്നത്തെ സഭായോഗത്തെ, മെസ്സേജിനെ കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തരികയാണ്. ഒരു പുത്തൻ തീരുമാനത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറ്റുവാൻ, വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, നീതിയിൽ നിന്നും നീതിയിലേക്ക് നയിക്കുവാൻ, ഇല്ല കർത്താവേ, ആത്മീക അധികാരത്തിൽ നിന്ന് ഉപരി അധികാരത്തിലേക്ക് നയിക്കുവാൻ, ചില വലിയതിനെ വിരൽ ചൂണ്ടി കമഴ്ത്തുവാൻ, ചില ശ്രേഷ്ഠമായതിനെ ആത്മാവിൽ ബന്ധിക്കുവാൻ, ചില ബന്ധിക്കപ്പെട്ടവരെ ഇന്ന് പകൽ കെട്ടഴിച്ചു വിടുവാൻ, ചില കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ സ്വർഗം ഞങ്ങളെ അധികാരപ്പെടുത്തണമേ. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമേ, ഒന്ന് അധികാരപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ. ഈ ഓഡിറ്റോറിയത്തിനകത്തുള്ളവരെയും ഹാർവസ്റ്റ് ടെലിവിഷൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെയും യൂട്യൂബിലും മറ്റ് വ്യത്യസ്ത മീഡിയകളിലും ഫേസ്ബുക്കിലും കർത്താവേ, ഇതിൻ്റെ കട്ടിങ് എടുത്തിടുന്ന ഇടങ്ങളിലും ചിലരെ കൂടെ ശുദ്ധീകരിക്കുവാൻ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കിനകത്ത് ദൈവശക്തി പകരണമേ, ഈ വാക്കിനകത്ത് ദൈവിക അധികാരം ഇരിക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ.